ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് 2 ദിവസമായിട്ട് ചാനലിൽ റീഡിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. തിരുവോണത്തിനും ഉണ്ടായിരുന്നില്ല, അവിട്ടത്തിനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരുവോണത്തിന് ഓൾറെഡി റീഡിങ്സ് ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിട്ടത്തിൻ്റെ കാര്യം അറിയാത്തത് കൊണ്ടായിരിക്കാം കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ചില യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്നലെ നമുക്ക് റീഡിങ്സ് ഇല്ലാതെ പോയത്. അപ്പോൾ നിങ്ങളെല്ലാം ഓണം നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നാളെ നമ്മളുടെ പൗർണമി ഡേ ആണ്. അപ്പോൾ പതിവ് പോലെ പൗർണമി റിച്വലിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറുടെയും പേര്, നക്ഷത്രം, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് തന്നെ ഇടുക. അപ്പോൾ നാളെ രാത്രി 12 മണി വരെയുള്ള കമൻറ്റ്സ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതിന് ശേഷമുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 24 മണിക്കൂറിൽ കൂടുതൽ സമയമുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിനെല്ലാം കൃത്യമായിട്ടും അറിയുന്നൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയുന്നില്ല. എങ്കിൽ കൂടിയും നാളെ പൗർണമി ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളും മാനിഫെസ്റ്റേഷൻസിനും എല്ലാം കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നൊരു ദിവസമാണ്. അപ്പോൾ അത് നമ്മൾ പാഴാക്കി കളയാതിരിക്കുക. അതുകൊണ്ട് തന്നെ പുലർച്ചെ എണീക്കാനും നമ്മളുടെ ശരീരവും മനസ്സും അതുപോലെ തന്നെ ശുദ്ധമായിട്ട് വയ്ക്കാനും മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാതെ വളരെ ഒരു പീസ്ഫുൾ എനർജിയിൽ കൊണ്ടു നടക്കാനും ഒക്കെ ആയിട്ട് നാളെ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരൊക്കെയാണ്, അല്ലെങ്കിൽ എടുത്തുചാട്ടക്കാരൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻകോപം എല്ലാം ഒഴിവാക്കി നല്ലൊരു രീതിയിൽ വളരെ സൗമ്യമായിട്ട് പോകാനായി മാക്സിമം നാളെ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങൾക്ക് അടുത്തതായി ഫേസ് ചെയ്യേണ്ടതായി വരിക, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ വിലയിരുത്തുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്കൊട്ട് സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതായത് അവരെ പ്രതീക്ഷിക്കാതെ വളരെ അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അവരുടെ ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായിരിക്കാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില തിരിച്ചടികൾ അവരുടെ ലൈഫിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് റീസെൻ്റ്ലി നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയല്ല കറൻ്റ്ലി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നേരത്തെ അത്ര അധികം ദൈവവിശ്വാസിയൊന്നും ആയിട്ടുള്ള വ്യക്തി ആയിരുന്നില്ലെങ്കിൽ കൂടിയും അവരിപ്പോൾ ആ ഒരു സ്പിരിച്വൽ വേയിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ കൂടുതലായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരുടെ ഒരു സമയം മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്രയധികം ഒരൊറ്റപ്പെടൽ ഈ ഒരു പേഴ്സണ് കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആരുടെ ഒപ്പമാണ് ഉള്ളതെങ്കിൽ കൂടിയും മാനസികമായിട്ടും തീർത്തും ഒറ്റപ്പെട്ടൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു റിലീഫിന് വേണ്ടിയിട്ടായിരിക്കാം അവർ ഒരുപാട് കാര്യങ്ങളിലേക്ക് അവരുടെ മനസ്സ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിലൊരു കാര്യമാണ് ഈ പറയുന്നത് പോലെ പ്രാർത്ഥന, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അവരുടെ ഒരു വഴി തിരിച്ച് വിട്ടതായിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ, ചില വ്യക്തികൾ, ഇപ്പോൾ അവർക്ക് പാർട്ട്ണർ ഉണ്ടായിക്കോട്ടെ, പ്രണയിക്കുന്ന വ്യക്തി ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ ആര് തന്നെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഫ്രണ്ട്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തികളുണ്ടാവാം. അപ്പോൾ അതുപോലെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലും ഇവർ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവർക്ക് കുറച്ച് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സൺ തന്നെയായിരിക്കും. ഇപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ കൂടിയും അവർക്ക് ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നൊരു സമയമോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ അവർക്കും കൂടി ഷെയർ ചെയ്ത ആൾ കൊടുത്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ട്സിനെല്ലാം വാല്യൂ കൊടുക്കുന്ന, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ നേരത്തെ ഈ പറഞ്ഞ വ്യക്തികളോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്താണ് സംഭവിച്ചതെങ്കിൽ കൂടിയും ഈ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥയിൽ അവർ കരുതുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എൻഡായിപ്പോയി എന്നുള്ളതാണ്. അതായത് ഇനി ഇതിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് സ്ഥാനം ഉണ്ടാവുമോ എന്നാണ് ആലോചിക്കുന്നുണ്ട്. ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയതായിട്ട്
ആൾക്കൊരു ഫീലിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുമായിട്ട് ആൾക്കൊരു കോൺടാക്റ്റ് ഇല്ല. കാരണം കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന ആൾക്ക് മനസ്സിലായനെ. അപ്പോൾ ആൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, കഴിഞ്ഞതായിട്ട് കരുതുന്നു, അല്ലെങ്കിൽ ഇതിനകത്തൊരു ഭാവി ഉണ്ടാകുമോ എന്ന ആൾ ആശങ്കപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു കോൺടാക്റ്റിൽ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തന്നെ സംഭവിച്ചാലും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് ആ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഒരു എക്സ്റ്റേണൽ എനർജീസിൻ്റെ ഇൻഫ്ലുവൻസ് ഇതിനകത്തുണ്ട്. അത് മേ ബി ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരുപാട് കൂട്ടുകാരുടെ എല്ലാം അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് ആ ഒരു രീതിയിൽ മറ്റുള്ളവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിലേഷൻഷിപ്പിലുള്ളപ്പോൾ അതിനകത്തുള്ള ആ രണ്ട് വ്യക്തികളുടേതായിരിക്കണം എല്ലാ തീരുമാനങ്ങളും. അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ രണ്ടുപേരും ഒരുമിച്ച് എടുക്കുന്ന ഒരു തീരുമാനമാണ് ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത്. കാരണം അതിനകത്തുള്ള പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളാണ്. പക്ഷേ ഇതുപോലെയുള്ള വ്യക്തികൾ അതിനകത്തേക്ക് മറ്റുള്ള ആൾക്കാരെയും കൂടി എൻ്റർ ചെയ്യിപ്പിക്കും. അത് ചിലപ്പോൾ ഫാമിലിയിലുള്ളവരായിരിക്കാം, ഇതുപോലെ സുഹൃത്തുക്കളായിരിക്കാം. അപ്പോൾ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരോട് ചോദിച്ച് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ശരിയായിട്ട് തോന്നുന്ന ഒരു കാര്യം ഒരു സുഹൃത്തിനോട് ചോദിക്കുമ്പോൾ അവർ മറിച്ചാണ് പറയുന്നതെങ്കിൽ ഇവരും ആ ഒരു രീതിയിൽ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മറ്റുള്ളവരുടെ ഇടപഴകലും കൂടി കൊണ്ട് ഒരുപാട് കഷ്ടത്തിലേക്ക് പോയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു നോ കോൺടാക്റ്റിലേക്ക് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു പ്രോബ്ലം മാത്രമല്ല, മറ്റുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കൂടി ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊപ്പമോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മുകളിലോ അവരുടെ മനസ്സിൽ സ്ഥാനം കൊടുത്തിട്ടുള്ള വ്യക്തികൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു തേർഡ് പാർട്ടീസ്, ആ ഒരു വ്യക്തികളിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് ഈ ഒരു ടവർ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടീസിൻ്റെ ഇൻവോൾവ്മെൻറ്റും അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് ചില സമയത്ത് നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ചതി അല്ലെങ്കിൽ ഒരു തിരിച്ചടി എന്നൊക്കെ നമ്മൾ പറയില്ല, നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അവർ നമ്മളോട് ഇങ്ങനെ ചെയ്ത് കളയുന്നല്ല. അപ്പോൾ അതുപോലെ തന്നെ അവർ വിശ്വസിച്ച് കൂടെ കൊണ്ട് നടന്നിരുന്ന ആരാണോ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം കൊടുക്കുകയൊക്കെ ചെയ്തവർ കൊണ്ട് നടന്നിരുന്ന ആരാണോ അവരിൽ നിന്ന് തന്നെയാണ് അവർക്ക് ഈ ഒരു ടവർ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ മറ്റുള്ളവരുടെ എല്ലാം ആവശ്യം വന്നൊരു സമയത്ത് അവരെല്ലാം ഈ ഒരു പേഴ്സണെ ഒറ്റയ്ക്കാക്കി പോയി കളഞ്ഞു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവർക്കൊരു ഫിനാൻഷ്യൽ ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു ട്രാജഡി സംഭവിച്ചു, അവരുടെ ലൈഫിൽ അത്രയും ഒരു ലോസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ഇതുപോലെ വേണ്ടപ്പെട്ടവരോടായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവാം, ഒരുപാട് ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ പേഴ്സൺ സഹായിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഒരു ആവശ്യം വന്ന് ഇവർ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്കൊന്നും കൊടുക്കാതെ അവർ കൈമലത്തി കാണിച്ചു പോവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒഴിവാക്കി കളയുക, പ്രത്യേകിച്ച് ഒരു ഡിസിഷനും അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് പോലും കൊടുക്കാതെ മാറിപ്പോവുക. അപ്പോൾ ആ ഒരു തരത്തിലുള്ള എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ അത് അവരെ ഒരുപാട് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് നിരാശ ബാധിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരാൾ കംപ്ലീറ്റ്ലി വാനിഷായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നും പറയാതെ പോവുക, അല്ലെങ്കിൽ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെക്കുക, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലോസ് ആയിട്ട് വെക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു തരത്തിലും നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് അവൈലബിൾ ആവാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അടച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥയാവും. നേരെ മറിച്ച് നമ്മളുടെ തൊട്ടടുത്തുള്ളൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നേരിട്ട് പോയി കാണാമെന്നാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, അവരുടെ വീട്ടിൽ വരെ കയറി ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെയും പറഞ്ഞ് സോൾവ് ആക്കാനെല്ലാം സാധിക്കും. പക്ഷേ ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരാൾക്കൊരു തെറ്റിദ്ധാരണയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു വാശിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്താണ് സംഭവിച്ചതെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളൊരു നോ കോൺടാക്റ്റിലേക്കൊക്കെ പോകാനുള്ള റീസൺ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കരുതുന്നത് ഈ ഒരു പേഴ്സൺ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വെച്ച് ഇവരിങ്ങനെ ചെയ്തത് വളരെ മോശമായിപ്പോയി. ചിലരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതായിട്ട് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ അതിനകത്തുള്ള റീസൺ പലതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് നല്ല രീതിയിലുള്ളത് കൊണ്ടോ അവരുടെ വാക്കുകൾ കേട്ടതുകൊണ്ടോ അങ്ങനെ എന്ത് തന്നെയാവാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ ന്യായത്തിന് നിരക്കാത്ത കാര്യമാണ് നിങ്ങളോട് ചെയ്തത് എന്ന് തന്നെയാണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ മേ ബി നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ളൊരു ടൈമിൽ നിങ്ങൾ തന്നെ ഈ ഒരു പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവാം, ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ അവർ ലൈഫിൽ അടുത്ത് കൂടിയിരിക്കുന്നത് അത്ര നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല, അല്ലെങ്കിൽ അവർ കാണുന്ന ആ ഒരു രീതി എങ്ങനെയാണോ, അവരുടെ ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം, ബെസ്റ്റീസ് ആയിരിക്കാം, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർ കാണുന്ന തരത്തിലുള്ള മൈൻഡിലുള്ള പേഴ്സൺസ് അല്ല അവർ.
എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു പേഴ്സൺ അതൊന്നും കൺസിഡർ ചെയ്തിട്ടുണ്ടായില്ല. കാര്യം നമുക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അവർ കൂടുതലും നിങ്ങളോടൊപ്പമോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മേളിലോ ഈ പറയുന്ന പോലെ തേർഡ് പാർട്ടീസ് അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവരെ നോക്കുമ്പോൾ ഒരു ഫൂളിൻ്റെ എനർജി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഫൂളിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ മറ്റുള്ളവരെ ഫൂളാക്കാനായിട്ട് വളരെയധികം ചാതുര്യമുള്ളൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ പറഞ്ഞു പറ്റിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തോരം നമ്മൾ ഉപദേശിച്ചു കൊടുത്താലും അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോലും വിശ്വസിക്കാതെ പൊട്ടം കളി എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു രീതിയിൽ ചിലപ്പോൾ എല്ലാം മനസ്സിലായിരിക്കാം, പക്ഷേ എന്നാലും ഒന്നും മനസ്സിലാവാത്ത പോലെയുള്ളൊരു കളി, അങ്ങനെയുള്ളൊരു രീതിയിൽ പെരുമാറുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും എടുത്തുചാട്ടമായിരിക്കും. കൂടുതൽ വരുംവരാഴികളെക്കുറിച്ച് ചിന്തിക്കാതെ പല കാര്യങ്ങളിലും എടുത്തുചാടി തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ അപ്പോൾ കാണുന്നതാണ് ശരി എന്ന് വിചാരിച്ച് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പം ഇങ്ങനെയൊക്കെ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വഭാവങ്ങളുള്ള ഒരു പേഴ്സണെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ കണ്ടാൽ അറിയാത്തത് കൊണ്ടാ പഠിക്കും എന്ന് പറയുന്നത് പോലെ ഒന്നും മുൻകൂട്ടി കണ്ട് ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്താലും കേൾക്കില്ല. പക്ഷേ സ്വന്തമായിട്ട് വന്ന് അനുഭവിച്ച് അതിൻ്റെ ദുരിതങ്ങളെല്ലാം കഴിയുമ്പോഴാണ് ഇത് ശരിയായിരുന്നില്ല, അവർ പറഞ്ഞ് ശരിയായിരുന്നു, അല്ലെങ്കിൽ ഞാനിവരെ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് സ്വന്തം ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർക്കും ഇതുപോലെ തന്നെയാണ്. ഇവർ ട്രസ്റ്റ് ചെയ്ത ആൾക്കാർ ആരാണോ അവരിൽ നിന്ന് ഇവർക്കൊരു പണി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അവരുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ അവരെ തളർത്തിക്കളയുന്ന തരത്തിലുള്ള ഒരു അടിയാണ് അവരിൽ നിന്ന് കിട്ടിയത്. അപ്പോഴാണ് ഇവർക്ക് എല്ലാത്തിനെക്കുറിച്ചും ഒരു ബോധം ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പിരിച്വലി കണക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മാനസികമായിട്ട് കുറച്ചും കൂടി ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ളൊരു അനുഭവത്തിന് ശേഷമാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഈ പേഴ്സണ് നല്ല രീതിയിലുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ തലക്കുറച്ച് വെളിവ് വരിക എന്നൊക്കെ പറയുന്നത് പോലെ അവരൊന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അവരുടേതായ രീതിയിൽ അല്ലെങ്കിൽ അവരുടേതായ ആംഗിളിലൂടെ കാണാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നതോ ഇവർ പറയുന്നതോ അല്ലെങ്കിൽ കൂട്ടുകാർ ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കുന്നതോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ നോ കോൺടാക്റ്റിലായിട്ട് ചിലവർക്ക് ഒരുപാട് നാളുകളായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു നോ കോൺടാക്റ്റ് പീരീഡിന് ശേഷം ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനും കിട്ടാത്ത ആൾക്കാരായിരിക്കാം. ഒരു കോൺടാക്റ്റ് പോലും ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ടവർ സിറ്റുവേഷനോട് കൂടി അവരാകെ തകർന്നു പോയി എന്നുള്ളതാണ്. അതിനുശേഷം അവരൊരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നു, അവരൊരു സ്റ്റക്ക് മൈൻഡായിരുന്നു, എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ കുഴങ്ങിയിരുന്നൊരു പേഴ്സണാണ്. അപ്പോൾ അവർക്ക് തന്നെ ഒരു എന്താ പറയുന്നത് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു നോ കോൺടാക്റ്റിൻ്റെ റീസൺ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി മൂലമോ അല്ലെങ്കിൽ ഇവർ ചീറ്റ് ചെയ്ത് പോയി എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളോട് ചെയ്തുകൂടായിരുന്നു, അത് വളരെ മോശമായി പോയി എന്നുള്ള രീതിയിലാണ് നിങ്ങളവരെ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ എനർജി അത്തരത്തിലാണ്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് ഒരുപാട് ചിലപ്പോൾ നീണ്ടു പോകാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്റ്റക്കായിരുന്നു, അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ വിശ്വസിച്ച ആൾക്കാരിൽ നിന്ന് ഇപ്പോൾ നിങ്ങളെ ചതിച്ചിട്ടാണ് അവർ പോയത്, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻ്റാണ് അവിടെ ഉണ്ടായതെങ്കിൽ അതുപോലെയുള്ളൊരു തിരിച്ചടി മറ്റൊരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നോ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇവരുടെ ഒരു താളം തെറ്റി എന്നൊക്കെ പറയുന്നത് പോലെ തീർത്തും ഒരു അടിയിൽ പോകുന്ന തരത്തിലുള്ളൊരു എനർജി ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവർ ഗ്രാജ്വലി മുന്നോട്ട് വരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് എങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ ആരുടെ ഒരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് വരാൻ നമ്മളുടേതായിട്ടുള്ളൊരു ധൈര്യം കൊണ്ട് നമ്മൾ വരാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്തി നിൽക്കാനായിട്ട് അവർക്കിപ്പോൾ മാത്രമേ സാധിക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ സ്റ്റക്കായിട്ട് നിന്ന് എന്ത് വേണമെന്നറിയാത്ത ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏത് വിധേനയും നിങ്ങളുമായിട്ട് റീകൺസിൽ ആവണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണുന്നത്. അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനായിട്ടും ആ ഒരു പേഴ്സൺ റെഡിയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിൽ അവർ ശങ്കിക്കുന്നുണ്ട്, ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി എൻഡായി പോയോ, അല്ലെങ്കിൽ അവരിനി തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ അഡ്വൈസസ് എല്ലാം ശരിയായിരുന്നു, മനസ്സിലാക്കേണ്ടത് എല്ലാവരും അവർ കറക്റ്റ്ലി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല, അതെല്ലാം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ നിഗമനമായിരുന്നു ശരി എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആര് കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിലും നിങ്ങളുണ്ടായിരുന്നാനേ എന്നുള്ള തിരിച്ചറിവ് ആ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവർ മനസ്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വാല്യൂ ഒക്കെ കൊടുത്ത് എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് ചിന്തിച്ച വ്യക്തികൾ കാലുവാരി കളഞ്ഞു. പക്ഷെ നിങ്ങളായിരുന്നെങ്കിൽ അവർക്ക് ഇതുപോലെ വിഷമിക്കേണ്ടുന്ന ഒരവസ്ഥ വരില്ലായിരുന്നു. ഏത് സാഹചര്യത്തിലും നിങ്ങളവരെ സപ്പോർട്ട് ചെയ്താനേ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് അവർ റീകൺസിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ അതുമായിട്ട് സഹകരിച്ചില്ലെങ്കിൽ കൂടിയും ചിലപ്പോൾ നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കാം,
കുറച്ച് കള്ളത്തരമൊക്കെ ചേർത്തായിരിക്കാം പറയുന്നത്, എങ്കിൽ കൂടിയും അവർക്ക് നിങ്ങളെ വേണം. ഒരു രീതിയിലും നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സോ എങ്ങനെയാണ് കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും തിരിച്ച് കൊണ്ടുവരാമെന്ന് പറയുന്നത് പോലെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ അവർ ആ സ്റ്റക്കായിരുന്ന സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു എനർജി ആ ഒരു സ്ട്രെങ്തനിങ് പവർ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് തളർന്നിരുന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ ഇരുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വാല്യൂവും കാര്യങ്ങളൊക്കെ അവരെപ്പോഴേ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. എങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് ഏത് ആറ്റിറ്റ്യൂഡിലാണ് വരേണ്ടത്, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇനി വന്നു കഴിഞ്ഞാൽ ശരിയാകുമോ, അങ്ങനെയുള്ള 100,000 ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതെല്ലാം ക്രോസ് ചെയ്ത് അവരൊരു ഡിസിഷൻ എടുത്തു, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്ട്രെങ്തനിങ് കിട്ടി. അപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എത്രയും വേഗം നിങ്ങളുമായിട്ട് റീകൺസിൽ ആവണം. കുറച്ച് വളഞ്ഞ വഴിയിലൂടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ പലപ്പോഴും രാത്രി സമയങ്ങളിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ച് അതിന് വീണ്ടും റീകൺസിൽ ആവാൻ സാധിക്കുമോ എന്ന് ആലോചിച്ച് ഉറക്കം കൂടി നഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു എനർജിയിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ മേ ബി ചിലപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിനെല്ലാം ശേഷം നിങ്ങൾ ഒരുപാട് വിഷമത്തോടെയാണ്, അല്ലെങ്കിൽ ഇവർ ചീറ്റ് ചെയ്തു എന്നുള്ള എനർജിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചതിച്ചു എന്ന് തന്നെയാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ കൂടിയും ഇനി ഇവർ വരുമ്പോൾ വരട്ടെ, അല്ലെങ്കിൽ ഞാനായിട്ട് ഇനി ഇതിൻ്റെ പുറകെ നടക്കുന്നില്ല എന്നുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ മാറി നിങ്ങളുടെ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊന്നും പിടികിട്ടാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവരോടുള്ള ദേഷ്യം കാരണം നിങ്ങൾ ചിലപ്പോൾ ഇവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ള സംഭവം ഇവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ രാത്രി കാലങ്ങളിലെല്ലാം കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. അതുപോലെ തന്നെ അവർ വളരെയധികം റൊമാൻറ്റിക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ പറയും മഴ ഏറ്റവും അധികം എല്ലാവർക്കും ഒരു റൊമാൻറ്റിക് ഫീല് തരുന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ ആ ഒരു മൂണാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മളുടെ പാർട്ട്ണറുമായിട്ട് നമ്മൾ പിരിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നമ്മളോടൊപ്പം ഇല്ല, ഇനി ഉണ്ടാവുമോ എന്ന് അറിയാനും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് അവരോട് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതെല്ലാം ആ ഒരു സന്തോഷത്തിന് പകരം ചിലപ്പോൾ ദുഃഖങ്ങളായിരിക്കും കൂടുതൽ തരുന്നത്. ചിലപ്പോൾ നമ്മളുടെ പാർട്ട്ണർ നമ്മളോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ മഴ കാണുമ്പോൾ നമുക്ക് അത്രയും ഹാപ്പി ആയിരിക്കാം. അപ്പോൾ ഇതുപോലെ പ്രകൃതിയിലുണ്ടാവുന്ന പല മാറ്റങ്ങളും ഈ ഒരു പേഴ്സണും ഒരുപാട് മൂഡ് സ്വിങ്സ് കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഒരുപാട് ദുഃഖങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചില സമയത്ത് റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുക, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവരിപ്പോൾ സ്പിരിച്വലിയും കൂടി കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്, സ്പിരിച്വലി കണക്റ്റ് ആവാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എന്തിലാണോ സ്റ്റക്കായി കിടന്നത് അതിൽ നിന്നൊരു ഉണർവ് അവർക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഇവർക്കും കിട്ടിത്തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവരിലും പല രീതിയിൽ കാണാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിനകത്ത് വീണ്ടും നിങ്ങളുമായിട്ട് ഒരുമിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു വിക്ടറി വേണം, അത് ഇനി പാഴായി പോയിക്കൂടാ, അതിനകത്ത് വിജയിക്കണം എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ ആഗ്രഹം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങോടുകൂടി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം തിരുത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് കൂടുതൽ വാല്യൂ കൊടുക്കണം എന്ന മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്ത് വരുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നിങ്ങൾക്ക് ഇനി കാണാനായിട്ട് സാധിക്കുക. ഇനി അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ഇത്രയും നാളും ആ ഒരു നോ കോണ്ടാക്റ്റ് പീരീഡ് നിങ്ങളെയും ചിലപ്പോൾ ഒരുപാട് തളർത്തിയിട്ടുണ്ടാവാം, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു നിയോഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാം ശേഷം ഒരു പുത്തൻ ഉണർവോടു കൂടിയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്, ഒരുപാട് മാറ്റത്തോടു കൂടിയാണ് അവർ വരുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഒരു ന്യൂ ഫേസാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം, എത്ര പേർക്ക് ഇതുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നമ്പർ 17 ആണ്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്, ഓഗസ്റ്റ് മന്ത്, ലെറ്റർ F, നമ്പർ 7, ലെറ്റർ M, ആയില്യം നക്ഷത്രം, ഡിസംബർ മന്ത്, Sagittarius zodiac sign, letter H, Avittam Nakshatram, April month, number 20, number 13, Alappuzha district, Thiruvonam Nakshatram, number 24, number 5,
letter V, letter A, letter T, number 28, Malappuram, number 18, letter C, letter Z, letter P, Wayanad, Pisces zodiac sign, letter S, letter G. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസായി കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ കൂടെ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു റീകൺസിലേഷൻ അതിയായിട്ട് വിഷ് ചെയ്യുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. സോ ഈ ഒരു റീകൺസിലേഷൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എനർജീസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇതെല്ലാം മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.